ഈ പറയുന്ന അതിനോട് ഞാൻ 100% യോജിക്കും. ഞാൻ ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് സമയമില്ല, ഞാൻ പറ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എനിക്കറിയാം. ഓക്കെ, എനിക്ക് താല്പര്യമില്ല. എന്ത് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പറയാൻ കാരണം എന്നാ? എനിക്ക് താല്പര്യം, ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് വിളിക്കാനൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ട് ഈ ഒറ്റൊരു ദിവസം കൊണ്ട് എനിക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ വിളിക്കാൻ? ഞാൻ ഒറ്റ ദിവസം കൊണ്ടാ അപ്പൊ കൊറേ കാലം മുന്നേ എടുത്ത തീരുമാനം ഇത്? ഞാൻ കൊറേ കാലം മുന്നേ നടത്തിട്ടില്ല. എത്ര ദിവസം മുന്നേ എടുത്ത തീരുമാനം? അത് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ദിവസം കാലം അത് പറയണം. ഇനി ഇങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കുന്നത് അത് പറഞ്ഞിരിക്കണം എന്നോട്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കാര്യം പറയുന്ന മുമ്പിട്ട് ഞാൻ പറഞ്ഞു അന്നെ ഇറിറ്റേഷൻ ചെയ്യുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കല്. കാരണം വെച്ചാല് ഞാൻ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് അതിന് എനിക്ക് ഫസ്റ്റ് ഇതായത്. അന്ന് ഷോപ്പിൽ പോയി ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു പണി സ്ഥലത്ത് നീ ഓൺലൈൻ കയറുന്നു, നീ ഓൺലൈനിലുണ്ട്, നീ ഓൺലൈനിലുണ്ട്. അത് എന്റെ ആവശ്യങ്ങൾക്ക് കല്ലിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ ഓള് ഓൺലൈൻ കയറുന്നുണ്ട്, അന്നെ വിളിച്ചിട്ടില്ല. അത് ഞാൻ അറിഞ്ഞു. എപ്പാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അന്ന് 12 മണിക്ക് അവക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അതിന് ശേഷം ഓള് ഇങ്ങനെ ബ്ലോക്കല്ലാക്കി പോയ പിന്നെ എന്നെ വിളിച്ചിട്ടാണ്. എന്നാ പ്രശ്നം അറിയില്ല, ഇനി വിളിച്ചു നോക്കുന്നു പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ സങ്കടം നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ ലൈഫ് നോക്കണ്ട. ഇനി എന്തെങ്കിലും ആയിക്കോ, എനിക്ക് അറിയണ്ട. എനിക്ക് സമാധാനമുണ്ട്. അതെനിക്കറിയില്ല. എനിക്ക് എന്തോ ഒരു ഫീലിങ്സും ഇല്ല. ഇല്ല, എനിക്കിപ്പോ ഒരു ഫീലിങ്സും ഇല്ല. ഞാൻ ഫീലിങ്സിനോട് ഇതായി കഴിഞ്ഞാൽ എനിക്ക് ഇതാവില്ല. ഫീലിങ്സ് എല്ലാം നോക്കേണ്ട ആവശ്യം. എന്റെ നിലനിൽപ്പ് നോക്കണ്ട. എനിക്ക് സ്നേഹിച്ച് അബദ്ധം പറ്റിപ്പോയി. ഞാൻ എന്റെ അബദ്ധം പറ്റി. എനിക്ക് താല്പര്യമില്ല. ഇതിനെ കൊണ്ടൊന്നും പറ്റില്ല, ഒന്നും ആക്കില്ല. എനിക്ക് അത് ഇനി എന്തെങ്കിലും ആക്ക്. നീ കാണിക്കാണ്ടിരിക്കും. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് താല്പര്യമില്ല. വീട്ടുകാർക്കും ഇതായി കഴിഞ്ഞ് ഇനി എന്നെ വിളിക്കണ്ട. വീട്ടുകാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഒഴിവാക്കി. അച്ഛനോട് അടക്കം ഞാൻ പറഞ്ഞു. അച്ഛൻ വന്ന് നല്ല കാര്യം. അച്ഛനൊരു സന്തോഷിച്ചു. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും എനിക്കറിയാവോ? അത് വീട്ടുകാരായിട്ടല്ലേ, വീട്ടുകാരല്ലേ നേരത്തെ ഞാൻ എന്നാലും ഞാൻ പറയുന്നുണ്ട്. നോക്കി അതന്നെ ഇപ്പൊ ഞാൻ സമ്മതിച്ച് കൊണ്ടുവന്നെടുക്കുന്ന ഇനി എല്ലാം ഒഴിവായി എന്ന് പറയുമ്പോ എന്റെ വീട്ടിൽ എന്നുള്ള പ്രശ്നങ്ങൾ നടക്കാന്ന് അറിയാവോ? ഉറപ്പ എന്റെ വീട്ടിലെത്തും. അത് 100% കേരള എല്ലാം ഇനി ഏറ്റെടുക്കാൻ തയ്യാറല്ലേ? ആണോ? തയ്യാറാണ്. എന്നാലും ഒരു മിനിറ്റ്, എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടായിക്കാനല്ല, വെറുപ്പ് കൂടിയില്ല. കൂടിക്കോട്ടെ. ഏതായാലും എന്തെന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ല. ഭീഷണിപ്പെടുത്തിട്ട് ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട. ആര്? ഞാനാ? അയ്യോ, ഭീഷണിയല്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല. എന്റെ അവസ്ഥ ഞാൻ വീട്ടുകാരെ മുന്നിൽ ഞാൻ അനുഭവിക്കേണ്ട എന്റെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്കിന്നെ ദ്രോഹിക്കണം എന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടില് നിങ്ങൾ പറയില്ലല്ലോ എന്റെ വീട്ടിലേക്ക് ഇതാവൂല, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന പോലെ പറയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് നിങ്ങളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഐഡിയയോട് പറഞ്ഞു, ഐഡിയ ഇനി ഇതിന്റെ പേരിൽ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ നീ നോയിക്കോളും. ഞാൻ ചോദിക്കുകയും ഓൻ പറയും ഞാൻ നോയിക്കോളും, ഒരു കോപ്പും നടക്കൂല. എന്റെ അനിയൻ പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോയിക്കോളും നോൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊക്കെ പ്രശ്നമില്ല. എനിക്ക് എന്റെ വീട്ടുകാരുണ്ട്. എനിക്ക് വേറെ ഒരാളും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ വീട്ടുകാരുണ്ട്. അതിന്റെ കെട്ടാച്ചടക്കായിട്ട് വീട്ടിലിരുന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. എന്ത് വെച്ചാൽ ഞാൻ നിങ്ങളെ കിട്ടൂല. കെട്ടാച്ചടക്കായിട്ട് വീട്ടിലിരുന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് താല്പര്യം എനിക്ക് ശേഷം ഇപ്പൊ ഞാനല്ല ഫ്രീ മൈൻഡാ. എനിക്ക് എന്റേതായ കാര്യങ്ങളില്ല. നീ ഇതൊക്കെ നിന്നോട് വിളിച്ച് ചോദിച്ച് എല്ലാം പോണേ. ഞാൻ ഇതിന്റെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ഇതിന്റെ എതിരെ ഇങ്ങനെ ആടെ പോണ്ടാവുന്നു, ഇവിടെ പോണ്ടാവുന്നു, അത് സാധനത്തിൽ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് എന്നിട്ടാണോട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാല് എനിക്ക് താല്പര്യമില്ല. വീട്ടിലെല്ലാം ഒഴിവാക്കി തന്നെ ഇല്ല. വീട്ടിലെല്ലാം ഒഴിവാക്കി തന്നെ ഇല്ല. നിങ്ങളെ വീട്ടിൽ പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരു മിനിറ്റ് വീട്ടുകാർ വന്നിട്ട് ഇതാക്കി കഴിഞ്ഞാലും ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല.
എന്റെ അവസ്ഥയല്ല, എനിക്ക് താല്പര്യമില്ല. വീട്ടിലങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ. ആളെ ഞാൻ തന്നെ നാളുകളെ, പക്ഷെ എന്ത് ചെയ്യാനാ, അതിന് ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയാക്കും അങ്ങനെയാക്കും